20 മണിക്കൂർ കൊണ്ട് ജാപ്പനീസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ജാപ്പനീസ് ഗവൺമെന്റ് തന്നെ 150 മണിക്കൂർ പഠിക്കണം എന്ന് പറയുന്ന ഒരു സിലബസ് ആണ്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഞാൻ കാണുന്നില്ല. പക്ഷേ സ്റ്റിൽ ഈ കുട്ടികൾ പറ്റിക്കപ്പെടുന്ന ഒരു രീതിയാണ്, അല്ലാതെ കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് വിഷമമുള്ള ഒരു കാര്യം. ശരിക്കും അവർക്ക് പലപ്പോഴും ജപ്പാനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരുപാട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഇപ്പം ഏറ്റവും ക്വാളിഫിക്കേഷൻ വളരെ കുറഞ്ഞിട്ടുള്ള, ഇപ്പം 10th അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചെറിയ ഡിപ്ലോമ, 1 ഇയർ ഡിപ്ലോമ, 6 മന്ത് ഡിപ്ലോമ ഒക്കെ ചെയ്ത ആളുകളുടെ എണ്ണം ഇപ്പം ഞങ്ങൾക്ക് വരുന്ന കോൾ ഫിൽട്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% അങ്ങനത്തെ കുട്ടികളാണ്. ശരിക്കും അവർക്ക് ഡയറക്റ്റ് ജപ്പാനിൽ ജോലി കിട്ടുകയില്ല. ഞങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അവരെന്നും നമ്മൾ പിന്നീട് അവർ കാണുന്ന സമയത്ത് അവർ നല്ല പൊസിഷനിൽ എത്തിക്കാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്നലെ കണ്ട ഒരാൾ, ഞാൻ ഇന്നലെ ജപ്പാനിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ക്യാഷ് ഏൽപ്പിക്കുന്നത് ചോദിച്ചപ്പം ആള് പറഞ്ഞു വെച്ചാൽ നീ നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് നീ രക്ഷപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? അപ്പോൾ നിൻ്റെ സംസാരം, നിൻ്റെ ജാപ്പനീസ് സംസാരിക്കുന്ന രീതി, ആ ഒരു ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നീ ട്രസ്റ്റബിളും ആണ്, നീ ഒരു ഉറപ്പായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളൊരു പറഞ്ഞത്. അതിപ്പോഴും നമ്മളത് ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, വല്ലാത്തൊരു കണ്ണൊക്കെ നിറയും. മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് കോൺസെപ്റ്റ് ഇപ്പം നിറയെ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ജപ്പാൻ എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും, ആൻഡ് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടാകും അവിടെ ഓഫർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ് ജപ്പാൻ എന്ന്. സോ ടുഡേ ഇൻ ബ്രാൻഡ് മാസ്റ്റർ നമുക്കൊരു ബെസ്റ്റ് ആളാണ് ജപ്പാനിനെ പറ്റി കുറച്ച് അറിവ് തരാൻ കൂടെയുള്ളത്. ആൻഡ് ഹീ ഈസ് സുബിൻ സർ ഫ്രം ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി കാലിക്കറ്റ്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. കൊനിച്ചിവ. കൊനിച്ചിവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലോ എന്നാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പൊ സർ, ഞാനിപ്പോ ആദ്യം തന്നെ പറയാൻ ഇടയായി സാറിന്റെ ഒരു സ്കോളർഷിപ്പ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, 2007, 2000 ആ ഒരു കാലഘട്ടത്തിലല്ലേ സാറിന് ഒരു സ്കോളർഷിപ്പ്, അതായത് ജപ്പാൻ സ്കോളർഷിപ്പ് കിട്ടി സാർ പഠിക്കാനിടയായി. അതെന്താണ് ശരിക്കും? തീർച്ചയായിട്ടും അത് ആക്ച്വലി ഞാൻ ഒയിസ്ക ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് NGO-യിൽ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് ശേഷം അവിടെ സ്റ്റാഫായിട്ടും ജോയിൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ജപ്പാൻ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഈ ഒയിസ്ക ത്രൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ഒരു വർഷത്തെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പം ഒയിസ്ക വഴിയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജപ്പാനിൽ പോയിട്ട് ഒരു വർഷം ജാപ്പനീസ് ലാംഗ്വേജും കൾച്ചർ എന്നുള്ള കോഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടിയതാണ്. ഈ ഒയിസ്ക വഴി ഒരുപാട് കുട്ടികൾ ജപ്പാനിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഇപ്പോൾ ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. NGOs പ്രൊമോട്ട് ചെയ്യുന്നതാണോ ഇത് ശരിക്കും? ജപ്പാൻ ഗവൺമെന്റ് പ്രൊമോഷൻ ആണ് ആക്ച്വലി. പിന്നെ ചില കമ്പനികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മിത്സുബിഷിയുടെ ബാങ്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഈ പ്രോഗ്രാമിന്. ഓക്കെ. ഇപ്പൊ സാർ അവിടെ പോയി, സാറിന് ഞാൻ അറിഞ്ഞിടത്തോളം സാറിന് ജപ്പാൻ എന്ന് പറയുമ്പോൾ വളരെ പ്രിയമാണ് ആ ഒരു സ്ഥലം. അപ്പൊ സാർ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ പൊതുവെ മൈഗ്രേഷൻ കാണുന്നത് കാനഡ, UK, US ഒക്കെയാണ് അധികവും. അപ്പോൾ ജപ്പാനിലേക്കുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് ആളുകൾ പോകണമെന്ന് സാർ ആഗ്രഹിക്കുന്നു? അപ്പോൾ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് PhD കംപ്ലീറ്റ് ചെയ്യുന്നു, സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തു, ഇവിടെ ക്ലിനിക്ക് തുടങ്ങി, എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴും എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. എന്തോ സംതിങ് ഈസ് കോളിംഗ് ബാക്ക് എന്നുള്ള ഫീലിംഗ് കാര്യങ്ങൾ. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ ഒരു സെൻറ്റർ കൂടി ജാപ്പനീസ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു പാരലലി. ജപ്പാനിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ജാപ്പനീസ് പഠിക്കാൻ താല്പര്യമുള്ളവർ വരട്ടെ എന്ന രീതിയിൽ. കാരണം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ജപ്പാനിൽ ചെന്നപ്പോഴാണ് ആ കൾച്ചർ നമ്മൾ അത്രത്തോളം അത് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്നും നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ചെന്നാൽ പോലും ഉണ്ടാവുന്നുള്ളത്. നമ്മൾ കുറെ ബുക്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ജാപ്പനീസ് കൾച്ചർ എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞ ഇക്കിഗായി പോലത്തെ ബുക്സ് ഒക്കെ വളരെ വേൾഡ് ഫേമസ് ആണ്. അപ്പം അവരുടെ കൾച്ചർ പഠിക്കാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതൊന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. സാർ തുടങ്ങിയ സമയത്തൊക്കെ 14 years ബാക്ക് ആ സമയത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ വരവും ഇപ്പോഴത്തെ ഒരു കുട്ടികൾ മീൻസ് അങ്ങോട്ട് പോവാൻ താല്പര്യപ്പെടുന്നവരുടെ എങ്ങനെയുണ്ട് ഒരു നമ്പർ റേഞ്ച് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ? ആ സമയത്ത് കുറച്ച് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം എന്നെ അറിയുന്ന എല്ലാവരും എന്തിനാ ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തുടങ്ങുന്ന ഒരു കാര്യമില്ല, ആരും വരില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. പക്ഷേ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ കൊണ്ടിട്ടാണ്. ഒരു കുട്ടി ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോൾ അവൻ ആ കൾച്ചറിലേക്ക് എത്തും എന്നുള്ളതാണ്, ഞങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വാശി. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റിയത്. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ജപ്പാനിലേക്ക് എന്നാണ് സാർ പറയുന്നത്? അതായത് അതെ, വിസ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെ, ഡോക്യുമെന്റേഷൻ കുറച്ച് ടൈറ്റ് ആണ്. ഇപ്പൊ ജപ്പാനിലേക്ക് നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ പേപ്പർ കണ്ടിട്ട് നമ്മൾ യെസ് ഓർ നോ, അതായത് ഈ പേപ്പർ വെച്ച് കുട്ടിക്ക് ജപ്പാനിലെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ്. സാധ്യത ഇല്ല.
അതായത് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു സംഭവം ജപ്പാനിലില്ല. അവർ പറയില്ല. ഇപ്പോൾ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെങ്കിൽ നടക്കും, യെസ്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 88 ആപ്ലിക്കേഷൻ വന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് 30 പേരെ സെലക്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ ഡോക്യുമെന്റേഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പം ജാപ്പനീസ് ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു പ്രധാന ഘട്ടം. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ അതിനിപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം നോർമലി ഇപ്പം IELTS എക്സാം ഉണ്ട്, ഇംഗ്ലീഷ് പാസ്സായിട്ട് നമ്മൾ UK കാനഡയ്ക്കൊക്കെ പോകണം. അതേമാതിരി ജാപ്പനീസിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. JLPT എന്ന് പറഞ്ഞ എക്സാം ആണ്, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. ഇത് കൂടാതെ വേറെയും എക്സാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ JFT വരുന്നുണ്ട്, J ടെസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും JLPT ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേൾഡ് വൈഡ് ഒരേ സമയത്ത് ഒരേ പേപ്പർ വെച്ച് എക്സാം നടക്കുന്ന ഒരു സംഭവമാണ്. സ്റ്റുഡന്റ് വിസയിൽ പോകണമെങ്കിൽ തന്നെ 150 അവേഴ്സ് ബേസിക് പഠിച്ചിട്ട്, അതായത് ഇതിൽ അവേഴ്സ് വേണം. ഈ ഒരു JLPT എന്ന് പറഞ്ഞാൽ 5 ലെവലായിട്ടാണ് എക്സാം വെച്ചിട്ടുള്ളവർ. അതിൽ ജാപ്പനീസ് JLPT N5 എന്ന് പറഞ്ഞ ബേസിക് ലെവൽ മുതൽ N1 വരെയാണ്. അപ്പോൾ ആ N5 പഠിക്കാൻ നമുക്കൊരു 3 മാസം സമയം, 150 മണിക്കൂർ പഠിക്കണം എന്നാണ് ജാപ്പനീസ് ഗവൺമെന്റ് തന്നെ പറയുന്നത്. അപ്പം നമ്മളൊരു 3 മാസം സമയം, ഞങ്ങളുടെ ക്ലാസ് 200 മുകളിൽ അവേഴ്സ് വരുന്നുണ്ട്, എന്നാലേ എത്തുള്ളൂ അവിടെ. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമാണ് ജപ്പാനിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പം അവർക്ക് ബേസ് സംസാരിക്കാൻ പറ്റും. പിന്നെ അവർ അപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ക്വാളിറ്റി അപ്പ് ചെയ്യണമെങ്കിൽ അവർ പുതിയ വേർബ്സും കാര്യങ്ങളും വേർഡ്സും പഠിച്ച് അവർക്ക് അത് വെച്ചിട്ട് ബേസ് അവരുടെ കയ്യിലുണ്ടാവും. അതാണ് നമ്മൾ വിടുന്നുള്ള കുട്ടികളുടെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്, ഇങ്ങനെ ഈ രീതി പഠിപ്പിക്കുന്നത് കാരണം. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പം N5 ലെവൽ പാസ്സായ ഒരാൾക്ക് പോകാൻ സാധിക്കുമോ ജപ്പാനിലേക്ക്? പോകാൻ സാധിക്കാന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് വിസയിൽ പോകാൻ പറ്റും. ജോബിന് പോവുകയാണെങ്കിൽ അത് മതിയാവില്ല. ജോബിന് നമുക്ക് പോകണമെങ്കിൽ ഒരു N3 എങ്കിലും മിനിമം നമ്മൾ വേണം. ചില കമ്പനികൾ മാത്രം N4 ഉള്ള കുട്ടികൾ, അതായത് അത്യാവശ്യം സ്പീക്കിംഗ് പ്രൊഫഷൻസി ഉള്ളവരെ ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് പോകുമ്പോഴേക്കും N3 ലെവലായിട്ട് വരണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സാർ, ഇപ്പം നിങ്ങളുടെ അടുത്ത് വരുന്നതാണെങ്കിൽ, പൊതുവേ കാണുന്നതാണല്ലോ, ജപ്പാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നവർ ഏതൊരു കൈൻഡ് ഓഫ് ആണ്? ഇപ്പം BTech പാസ്സായിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പോകുന്നവരാണ്, അതൊരു ബേസിക് ലെവൽ ജോബ് ഓപ്റ്റ് ചെയ്ത് പോകുന്നവരാണ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ് ഒരു? ഓക്കെ, അത് ഞാൻ പറയണ 2 വർഷം മുമ്പ് വരെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരിൽ മെജോറിറ്റി 99% BTech കഴിഞ്ഞ ആൾക്കാരായിരുന്നു. കാരണം ഈ ടെക്നിക്കലി ജപ്പാൻ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് ഒരു സാധ്യത എന്നുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആയത് കാരണമാണെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2 വർഷ കാലത്തിൽ ഒരുപാട് ആളുകൾ ജപ്പാനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർക്ക് പലപ്പോഴും ജപ്പാനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത്, പക്ഷേ ഒരുപാട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഇപ്പം ഏറ്റവും ക്വാളിഫിക്കേഷൻ വളരെ കുറഞ്ഞിട്ടുള്ള, ഇപ്പം 10th അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചെറിയ ഡിപ്ലോമ, 1 ഇയർ ഡിപ്ലോമ, 6 മന്ത് ഡിപ്ലോമയ്ക്ക് ചെയ്ത ആളുകളുടെ എണ്ണം ഇപ്പം ഞങ്ങൾക്ക് വരുന്ന കോൾ ഫിൽട്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% അങ്ങനത്തെ കുട്ടികളാണ്. ശരിക്കും അവർക്ക് ഡയറക്റ്റ് ജപ്പാനിൽ ജോലി കിട്ടുകയില്ല. കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSW എന്ന് പറഞ്ഞൊരു കാറ്റഗറി ജോബ് ഉണ്ട്, സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ജാപ്പനീസ് JLPT 2ാമത്തെ ലെവൽ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഇക്വലന്റിൽ JFTയിൽ A2 ലെവൽ പാസ്സായിരിക്കണം. അത് JLPT N4 ലെവൽ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും, ലാംഗ്വേജ് വേണം. അത് കൂടാതെ നമ്മൾ ഏത് സ്കില്ലിലാണോ പോകുന്നത് ആ സ്കില്ലിന്റെ പരീക്ഷ കൂടി പാസ്സാവണം. ഇപ്പൊ ജപ്പാനിൽ 12 സ്കില്ലുണ്ട്, പക്ഷെ അത് ഇന്ത്യയിൽ 2 സ്കില്ല് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എക്സാം ആയിട്ട്. നമുക്ക് ബാംഗ്ലൂർ എഴുതാനുള്ള സൗകര്യം ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ അഗ്രികൾച്ചറും അതുപോലെ കെയർ ഗിവർ. ഇനിയിപ്പം കെയർ ഗിവർ ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ തന്നെ ജാപ്പനീസിന്റെ 2 ലെവൽ പാസ്സായതിനു ശേഷം സ്കിൽ ടെസ്റ്റിൽ ഒരു ഇംഗ്ലീഷ് പേപ്പറും ഒരു ജാപ്പനീസ് പേപ്പറും പാസ്സാവണം. അപ്പൊ അത്ര ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു +2 പഠനം നിർത്തി അല്ലെങ്കിൽ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ചില ആൾക്കാരുണ്ടാവും പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പഠിക്കുന്നത്. അങ്ങനത്തെ പഠിക്കാൻ താല്പര്യമുള്ള ചിലപ്പം ചില ആളുകൾക്ക് ലാംഗ്വേജ് പിക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അങ്ങനെ ആളുകൾക്ക് അത് പഠിച്ചിട്ട് പാസ്സാവുന്നത്. അല്ലാത്തവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു എണ്ണം ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഈ +2 കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുടെ എണ്ണം, കോൾ വരുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ് 2 വർഷമായിട്ട്. അപ്പൊ ഞങ്ങൾ കെയർ ഗിവറിന്റെ ഓപ്ഷൻ ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് ആയിട്ടാണ്. ഞങ്ങൾ അവരെ ഫ്രീ ആയിട്ട്, അത് ഞങ്ങൾ കൊണ്ടുപോകുന്ന സ്കോളർഷിപ്പ് ആയത് കാരണം തന്നെ കെയർ ഗിവിംഗ് ആയിട്ട് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ ഒക്കെ ഉള്ള ആളുകളെ എടുക്കുന്നത്. കാരണം അതേ അവിടെ കിട്ടുള്ളൂ, കാരണം സ്കോളർഷിപ്പ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജാപ്പനീസ് പഠിച്ച് ബേസിക്സ് പഠിച്ച് ജാപ്പനീസ് സംസാരിക്കണം, എന്ന് ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കും ഞങ്ങൾ. അത് ഇന്റർവ്യൂ ഹോസ്പിറ്റൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. എന്നിട്ട് ഈ സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ഹോസ്പിറ്റലിൽ ജപ്പാനിൽ കൊണ്ടുപോകാനുള്ള ചിലവ് കുട്ടികൾ എടുക്കണം, പക്ഷെ അവിടെ ഒരു വർഷം പഠിക്കും ജപ്പാനിൽ. ആ സ്കോളർഷിപ്പ് ആണ്. അപ്പൊ ആ പഠിക്കുന്ന ഫീസ് കംപ്ലീറ്റ് ഈ ഹോസ്പിറ്റലാണ് ഇവർക്ക് വേണ്ടി പേ ചെയ്യുന്നത്. ആ ഒരു വർഷം കൊണ്ട് ഇവർ ഈ പറയുന്ന ജാപ്പനീസിന്റെ 2 ലെവലും അതുപോലെ സ്കിൽ ടെസ്റ്റ് അവിടെ നിന്ന് പാസ്സായാൽ മതി. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾ ജപ്പാനിൽ പോകുമെന്ന് സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ്. അപ്പൊ അത് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാംഗ്വേജിനുള്ള ബേസിക് ഒരു ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുന്നു, സ്കോളർഷിപ്പിന് അവരെ ഓക്കെ ആണോ എന്ന് നോക്കുന്നു. ഇഫ് ദേ ആർ ക്വാളിഫൈഡ് നിങ്ങൾ വിടുന്നു, അവർ തന്നെ അവിടെ ക്ലിയർ ചെയ്യുന്നു, നെക്സ്റ്റ്
ഫർദർ ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് അവിടെ തന്നെ ഉണ്ടാവും. 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഇവിടുന്ന് പോകുമ്പോൾ ഇന്റർവ്യൂയുടെ സമയത്ത് തന്നെ ഇവരുടെ ജോലിയുടെ സെറ്റായിട്ടാണ് പോകുന്നത്. അപ്പം അവർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. 1 ഇയർ കഴിഞ്ഞിട്ടുള്ള 5 വർഷത്തെ കോൺട്രാക്ട്. അപ്പം ഓട്ടോമാറ്റിക് കൺവേർട്ടബിൾ ആണ്. അപ്പോൾ അവർ ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കെയർ ഗിവർ ആയിട്ട് ജപ്പാനിൽ മാറും. ഈ അത്രയും കോഴ്സസ് അവർ പാസ്സാവണം. അത് ഒരു വർഷം കൊണ്ട് ശരിക്കും ഒരു 6 മാസം കൊണ്ടൊക്കെ പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ അത് വിത്ത് പാർട്ട് ടൈം ജോബാണ് ഈ ഫസ്റ്റ് ഇയർ 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏൺ ചെയ്തുകൊണ്ട് അവിടെ സ്കോളർഷിപ്പ് കൂടെ ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് 5 വർഷത്തെ ജോലി. പക്ഷേ എന്താ വെച്ചാൽ ഇത് സ്കോളർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എണ്ണം കുറവാണ്. ഇപ്പോൾ ഒരു ഇൻടേക്കിൽ ഒരു 5-6 സീറ്റ്, ഇപ്പോൾ ഒരു വർഷം 10-15 പേരൊക്കെ നമുക്ക് വിടാൻ പറ്റുന്നുള്ളൂ ഒരു വർഷത്തിൽ. ഈ പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വർഷത്തെ എത്ര ഇൻടേക്സ് ഉണ്ട് അങ്ങനെ ഡിപ്പെൻസ്. പക്ഷേ എന്നാലും കൂടുതലും ഏപ്രിൽ ഒക്ടോബർ ആണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇൻടേക്സ് നടക്കുന്നത്. ഇപ്പൊ സർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ്പെൻസസ് എന്ന് പറഞ്ഞൊരു കാര്യമുള്ളൂ. ഇപ്പൊ ആരാണെങ്കിലും ഒരു പുറം രാജ്യത്തിലേക്ക് പോകാൻ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു തോട്ടും കൊണ്ടായിരിക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ഒരു എക്സ്പെൻസും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആൾക്കാർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണോ ശരിക്കും ജപ്പാൻ എന്ന് പറഞ്ഞ കൺട്രി? തീർച്ചയായിട്ടും. നമ്മൾ വിദേശ പഠനം മറ്റു രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഫീസ് കുറവാണ് ജപ്പാനിൽ. ഇപ്പൊ ലാംഗ്വേജ് സ്റ്റുഡന്റ് വിസയിൽ ഇപ്പൊ നമുക്ക് പല സ്ഥലത്ത് ഞങ്ങൾ 23 കോളേജ് ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ചീപ്പായിട്ട് കോളേജിൽ പറയുകയാണെങ്കിൽ ഒരു 6.5 ലക്ഷം രൂപ പരമാവധി ഒരു ചെലവ് വരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു കൊല്ലത്തെ കംപ്ലീറ്റ് കോഴ്സ് ഫീസ്, ടെക്സ്റ്റ് ബുക്ക്, എക്സാം ഫീസ്, സ്റ്റഡി ടൂർ, ഒരു വർഷത്തെ 6 മാസത്തെ ഫുള്ളി ഫേർണിഷ്ഡ് അക്കോമഡേഷൻ, 6 മാസം അത്രയും കൂടെ. അതുപോലെ 6 മാസത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് ഏറ്റവും ചീപ്പാണ്. അതിന്റെ കൂടെ തന്നെ അവർ ചെന്ന് വിത്തിൻ 3 വീക്സ് അവർക്ക് പാർട്ട് ടൈം ജോബ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പാർട്ട് ടൈം ജോബിൽ ലാംഗ്വേജ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ പഠിക്കേണ്ട. അപ്പോൾ പാർട്ട് ടൈം ജോബ് ആഴ്ചയിൽ 28 മണിക്കൂറാണ് പെർമിഷൻ എങ്കിലും അത് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു 23-24 hours ഒക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ ഒരു 1 lakh to 1,30,000 yen പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഒരു 6 month അക്കോമഡേഷൻ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫുഡ് എക്സ്പെൻസ് മാത്രമേ വരുന്നത്. ഒരു 20-25,000 yen മാക്സിമം വരുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം PG പ്രോഗ്രാം ഉണ്ട്. അത് വിത്ത് സ്കോളർഷിപ്പ് ആണ്. അപ്പോൾ ഹയർ സ്റ്റഡീസ് ഡിഗ്രി ഉള്ളവർക്ക്. ഇപ്പൊ ലാംഗ്വേജ് സ്കൂളിൽ പ്രിഫറബിളി +2 കഴിഞ്ഞ ആളുകൾ പോകുന്നതും അല്ലെങ്കിൽ ടെക്നിക്കലി അത്ര സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വർഷം പഠിച്ചിട്ട് ജോലിക്ക് മാറുന്ന ഓപ്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും ലാംഗ്വേജ് സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞാൽ. അതല്ലാത്തവർക്ക് ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ലാംഗ്വേജിന്റെ ബേസിക്സ് പഠിച്ചിട്ട് അവിടെ പോയി ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ ഉണ്ട്. +2 കഴിഞ്ഞ ആൾക്കാർ. അത് ഏറ്റവും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന അതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ ഒരാൾക്ക് ജപ്പാനിൽ ചെന്ന് ഒരു വർഷം പഠിച്ചാലും ജോലിക്ക് കയറാൻ പറ്റും. പക്ഷെ ആ കിട്ടുന്ന ജോലി നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹിന്ദിക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കെട്ടിട പണിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ജോലി മാത്രം. പക്ഷെ അത് എന്നും അത് തന്നെ അവർ മാറാൻ പറ്റില്ല അവർക്ക്. പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും കാരണവശാലും പ്രോഗ്രസ് അവർക്ക് ഉണ്ടാവില്ല. ഈ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് കൂടെ കയറാൻ പറ്റും, ഇല്ലെങ്കിൽ അവിടുത്തെ ടെക്നിക്കൽ എന്തെങ്കിലും കോഴ്സസ് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല വിസയിലേക്ക് നല്ല സാലറിയിലേക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഈ പറയുന്ന മാതിരി നിങ്ങളൊരു ബേസിക് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈവൻ ഈ അവർ പ്ലാൻ ചെയ്യാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാലും നടക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല എന്നാണ് സാർ പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഏൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഇന്റൻഷൻ അത് മാത്രമായിരിക്കും. പിന്നെ പഠിക്കൽ ഇൻട്രസ്റ്റ് കാണാറില്ല. ഞങ്ങൾ പുറകെ നടന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികളെ. കാരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് താല്പര്യം വെച്ച് കഴിഞ്ഞാൽ അവരെന്നും നമ്മൾ പിന്നീട് അവർ കാണുന്ന സമയത്ത് അവർ നല്ല പൊസിഷനിൽ എത്തിക്കാണാനല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് എന്നും ഒരേ ജോലി ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ജോബ് ഈസ് ഓക്കെ, അത് പഠിക്കുന്ന സമയത്ത് എന്ത് ജോലി ചെയ്താലും ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥിര ജോലിയായിട്ടൊരു ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജോബ് ചെയ്യാന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ള സമയത്ത് അത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എല്ലാ കുട്ടികളുടെ അടുത്തും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു കെയർ ഗീവർ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇതേമാതിരി BSc ഇൻ അഗ്രികൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് പക്ഷെ അത് മനസ്സിലായില്ല എന്തുകൊണ്ട് കുട്ടികൾ ഇപ്പം സപ്പോസ് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാൻ പോലും BSc ഇൻ അഗ്രികൾച്ചർ എന്നൊക്കെ പറഞ്ഞ് ജപ്പാൻ ഓപ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ടോ ശരിക്കും? ആക്ച്വലി അതിലൊരു കാര്യമുണ്ട്. ജപ്പാനിൽ BSc അഗ്രികൾച്ചർ കോഴ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒന്നെങ്കിൽ നമ്മൾ ജാപ്പനീസ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് എഴുതണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് എഴുതിയിട്ടാണ് കുട്ടികൾ പോകേണ്ടത്. നോർമലി അങ്ങനെയാണ്. അതല്ലാതെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. ജപ്പാനിലെ കോഴ്സസ് ഒരു മെജോറിറ്റി കോഴ്സസും ജാപ്പനീസ് മീഡിയം ആയിരിക്കും. അപ്പൊ അത് അത്ര എളുപ്പമല്ല. പിന്നെ എന്തുകൊണ്ട് ഈ അഗ്രികൾച്ചർ ഒരു പോപ്പുലർ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മൾ സ്കിൽ വർക്ക് പറഞ്ഞു, SSW എന്ന് പറഞ്ഞു, അതിൽ കെയർ ഗിവറാണ് നമ്മൾ ഇന്നേരം പറഞ്ഞത്. ആ കെയർ ഗിവർ കൂടാതെ ഇന്ത്യയിൽ എക്സാം സ്റ്റാർട്ട് ആയിട്ടുള്ളത് അഗ്രികൾച്ചറാണ്. പക്ഷെ ആക്ച്വലി ആ അഗ്രികൾച്ചറിന് നമുക്ക് ഈ അഗ്രികൾച്ചർ ഡിഗ്രി ഒന്നും ആവശ്യമില്ല. അത് ലാസ്റ്റ് ഗ്രേഡ് ജോബാണ്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞ ഒരാൾക്ക് ഈ പറഞ്ഞ ജാപ്പനീസ് 2 ലെവലും അഗ്രികൾച്ചർ എക്സാക്ട്ലി അത് തന്നെയാണ്. പക്ഷെ അത് പലരും പരസ്യം കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് പാക്കിംഗ് ആണ്, ജപ്പാനിൽ അഡ്വാൻസ് കൺട്രി ആയത് കാരണം മെഷീനറീസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ മെഷീനറീസ് ഉള്ള കമ്പനിയിൽ ആളുകൾ ആവശ്യമില്ല.
അപ്പം അതെ. ആളുകൾ പോകുന്നത് പറഞ്ഞാൽ അവിടുത്തെ സാധാരണ പാടത്ത് പണിയെടുക്കുന്ന കർഷകന് സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അത് മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് അപ്പൊ പോയിട്ട് കാര്യമുള്ളൂ. പക്ഷെ അതിന്റെ ബേസിലാണ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ എനിക്കൊന്ന് ജപ്പാനിലേക്ക് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. കാരണം ഈ ഡിഗ്രി ഉള്ളവർക്ക് വല്ല മുൻഗണന കിട്ടുന്നുള്ള തെറ്റിദ്ധാരണ. പക്ഷെ അതിന്റെ ആവശ്യമില്ല. +2 പ്ലസ് ജാപ്പനീസിന്റെ 2 ലെവൽ എക്സാം അഗ്രികൾച്ചർ സ്കിൽ ടെസ്റ്റ്, പ്രൊമോട്ടീവ് സ്കിൽ ടെസ്റ്റ്. ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ജപ്പാനിലേക്ക് ജോലി കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പം ജപ്പാൻ എന്ന് പറഞ്ഞൊരു കൺട്രി നമ്മൾ കണ്ടിടത്തോളം ആൾക്കാരെല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ അതെ. ഈ ഒരു കൈൻഡ് ഓഫ് ജോബ് ഒക്കെ ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇല്ല് മുറിയെ പണി ചെയ്യാൻ തീർച്ചയായിട്ടും. പറ്റണവർ തന്നെ പോകണം അല്ലേ? തീർച്ചയായിട്ടും. അതെ. ഞാൻ തമാശക്ക് പറയാറുണ്ട്, ആ. ഈ വാരിയലിന്റെ ഗ്യാപ്പ് കടഞ്ഞൊന്ന് നോക്കണം ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ. അത്രയും അവർ ഹാർഡ് വർക്കിംഗ് ആണ്. ആ. കാരണം അവർ അങ്ങനെയാണ്, അവർ അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലെൻലിനെസ് ആണെങ്കിലും ബാക്കി തീർച്ചയായിട്ടും. ഡിസിപ്ലിൻ ആണെങ്കിലും അതെ. എല്ലാം തന്നെ വളരെ പങ്ക്ച്വലും ആയിരിക്കും. പക്ഷെ അവർ ആ സിസ്റ്റമാറ്റിക് ആണ് ജോലിയിൽ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ജപ്പാൻ ഒരാളുടെ കൂടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഭാഗത്ത് മൈനർ മിസ്റ്റേക്ക് ആണെങ്കിൽ അവരത് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയും. പക്ഷെ അതേ സമയത്ത് ആ വർക്ക് ടൈം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചായിട്ട് അയാളുടെ മനസ്സിലേ ഉണ്ടാവില്ല എന്നുള്ള. കാരണം അവർ ആ സമയത്ത് ആ ജോലിക്കാരനായിട്ട് മാറുകയാണ്. ഓക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ ഇത് അറിയാണ്ട് പോകുന്നവരും അല്ലെങ്കിൽ പെട്ടുപോകുന്നവരും ഉണ്ടാവും അല്ലെ? ധാരാളം ഉണ്ട്. ഇപ്പം എനിക്കൊന്ന് അഗ്രികൾച്ചറിന്റെ പേരിൽ കേരളത്തിൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 1.5 വർഷമായിട്ട് ആരും പോയതായിട്ട് ഞാൻ കാണുന്നില്ല. ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞങ്ങളെ സമയത്തോളം അറിയാം, ഇന്നത്തെ കാലത്ത് മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റിയ ജോലിയല്ല ജപ്പാൻ. കാരണം ഞങ്ങളൊക്കെ അത് ചെയ്തിട്ടില്ല. ജപ്പാനിൽ പോയിട്ട് പല ജോലിയും ചെയ്തിട്ടുള്ളതാണ്. സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് എക്സ്പെൻസിന്റെ കാര്യം സാർ പറഞ്ഞപ്പോ ഉം. 6 lakh എന്ന് പറഞ്ഞിരുന്നു. അതെ. അതെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരു കെയർ ഗീവർ ആയിട്ട് പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ തലത്തിലുള്ള ഇപ്പം അതെ. പഠിക്കാനാണെങ്കിലും കെയർ ഗീവർ ആയിട്ട് പോകാനാണെങ്കിലും അഗ്രികൾച്ചർ അവർക്കൊക്കെ ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവില്ലേ? ഒരു തീർച്ചയായിട്ടും. നോർമലി അത് ഇന്ത്യയിൽ ഫിക്സ് ആയിട്ടുള്ള ചാർജ് ആണ് 1,60,000 ആണ് സ്റ്റാർട്ടിങ്. 1,60,000. 1,60,000 അതുണ്ടെങ്കിൽ ശരിക്കും ജാപ്പനീസ് പഠിച്ച് ജപ്പാനിൽ എത്താൻ പറ്റും. ഈ ചില കമ്പനി ഇൻക്ലൂഡിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ കേരളത്തിലെ ഏജൻസികൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് 3.5 വരെയൊക്കെ എത്തുന്നുണ്ട്. പലരും 2.5, 3.5 ഒക്കെ എത്തുന്നുണ്ട്. ചിലപ്പോൾ അവർ സർവീസ് ചാർജും കൂടി ചേർത്തിട്ടായിരിക്കും ഇനി ആ രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. SSW ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ജാപ്പനീസ് ലാംഗ്വേജും ട്രഡീഷണൽ കൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം തരും, ഞങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്യണം, നിർബന്ധമാണ് കോഴ്സിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് പോലും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ കൾച്ചർ അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. പിന്നെ അതേപോലെ വലിയൊരു മീൻസ് ഈ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ എബ്രോഡ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഒന്ന് ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, വിസ തട്ടിപ്പ്, മീൻസ് നമ്മൾ അങ്ങനെയൊക്കെ പൊതുവെ കേൾക്കുന്നുണ്ട് ഒത്തിരി. ഗഫൂർക്ക ദോസ്ത് സെറ്റപ്പ് അതല്ല ഇപ്പോഴും നിലവിലുണ്ടോ? അതൊക്കെ എത്രത്തോളം സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ പറയുന്നുണ്ട് ചില സ്ഥലത്ത് കാശ് കൊടുത്തു, എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഒക്കെ കാശ് കൊടുത്തു. ഇപ്പൊ റീസെന്റ് ഒരു ഫാമിലി വിളിച്ചു, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോകാൻ വേണ്ടി ജപ്പാനിൽ ഒരു കമ്പനിയായിട്ട് ജോയിൻ ചെയ്തിട്ട് അവർ ഈ കെയർ ഗീവർ ആയിട്ട് പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ANM സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 50,000 രൂപ മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഈ മിഡ് വൈഫ് നഴ്സിംഗിന്റെ ഹോം നഴ്സിന്റെ ANM GNM എന്ന് പറഞ്ഞ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ അവര് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഷോക്കിംഗ് ആയി, നമ്മുടെ നാട് എങ്ങോട്ടാ പോകണമെന്നുള്ളതിന്റെ. ഓക്കെ സാർ. പിന്നെ നിങ്ങളിപ്പം അടിക്കടി ജപ്പാനിൽ നിങ്ങൾ റിലേറ്റഡ് ആയതുകൊണ്ട് മീൻസ് ഓൾറെഡി നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങളുടെ ടീച്ചർ സെൻസെ ഓൾറെഡി അവിടെ പോകുന്നുണ്ട്, അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാവില്ല അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവുമായിട്ട്. സോ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റൂട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ ജപ്പാനിലേക്ക് ഇപ്പൊ ഒരാൾ പോകാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ അവരെ അനലൈസ് ചെയ്യും. അത് അവർക്കൊന്നും ജാപ്പനീസ് പഠിക്കണം. ഈ ജാപ്പനീസ് പഠിക്കാതെ നമുക്ക് ജപ്പാനിൽ പോകാൻ ചിന്തിക്കുന്ന ആൾക്കാർ ജപ്പാനിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അത് ആദ്യം നോക്കാം, അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ, പഠിക്കാനുള്ള താല്പര്യമുണ്ടോ. കഴിവും പ്ലസ് താല്പര്യം, ഫസ്റ്റ് താല്പര്യമാണ്. ആ താല്പര്യം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് നമ്മൾ അവർക്ക് ഏത് റൂട്ട് പോകുന്നതാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരാൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹൗ ഈസി ഈസ് ജാപ്പനീസ് ലാംഗ്വേജ്? എളുപ്പമാണോ? എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് 5 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ബേസിക് വളരെ എളുപ്പമാണ്. പിന്നെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സിലബസാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് മലയാളം മീഡിയം, തമിഴ് മീഡിയം സിലബസ് ഞങ്ങൾ സ്വന്തം ഡെവലപ്പ് ചെയ്ത സിലബസാണ്. അപ്പോൾ അത് മലയാളം അറിയുന്ന ഒരാളെ സമയത്തുള്ള മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് എളുപ്പത്തിൽ ഇപ്പൊ ഇതുപോലെ ഞാൻ സംസാരിക്കുന്ന പോലെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അത് എളുപ്പമാണ്. 3 മാസം കൊണ്ട് ബേസിക്സ് പഠിക്കും. അത് തൊട്ട് മുകളിലത്തെ ലെവലും ഏകദേശം അങ്ങനെയൊക്കെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. അതിന്റെ മുകളിലേക്ക് മാറുന്നത് ഇപ്പൊ എൻട്രി മുതൽ പഠിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രമകരമായിട്ട് തന്നെ ഒന്ന് ശ്രമിച്ചാൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സെൻസെ എന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ അക്കാഡമിയിലുള്ള അവര് ആക്ച്വലി എന്തെല്ലാം ട്രെയിനിങ്ങിൽ കൂടി അണ്ടർഗോൺ ആണ്? അതായത് ഇങ്ങനെ ഒരു കോഴ്സിന്റെ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അത് ആക്ച്വലി ജാപ്പനീസ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ബേസിക് N5 പഠിപ്പിക്കണമെങ്കിൽ മിനിമം എൻട്രി ലെവലിൽ കഴിഞ്ഞ ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും മെജോറിറ്റി ടീച്ചേഴ്സും ജപ്പാൻ പഠിച്ചവരാണ്. മിനിമം എൻട്രി ആണ്. പിന്നെ ഞങ്ങളുടെ കൂടുതൽ ഓവർ ക്വാളിഫൈഡ് N2 N1 കഴിഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും ഭയങ്കര ബെനിഫിറ്റ്
ബെനിഫിറ്റ് ആണ്. കാരണം അത്രയും ക്വാളിറ്റി ടീച്ചർ ആവുന്ന സമയത്ത് അവരുടെ ഏത് ഡൗട്ടും ക്ലിയർ ചെയ്യപ്പെടും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് നോക്കിക്കഴിഞ്ഞാൽ സാറിന് എന്ത് തോന്നുന്നു, ഏതൊരു കോഴ്സ് അല്ലെങ്കിൽ എന്തൊരു ഇതിലേക്ക് പോകാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്? ആഫ്റ്റർ ഡിഗ്രി ചില കുട്ടികൾ താല്പര്യം കാണിക്കുമല്ലോ ഇന്ന കോഴ്സസ്. അപ്പൊ അവിടെ അനിമേഷൻ കോഴ്സസ് ഒക്കെ ഒത്തിരി ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോന്ന് എന്തിനോടാണ് താല്പര്യം കാണിക്കുന്നത് കുട്ടികളെല്ലാം പോവാൻ? അത് നമുക്ക് വരുന്ന എൻക്വയറി നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ്. ഒരു 90% ആൾക്കാർക്കും ഡയറക്റ്റ് ജോലിയാണ് ചോദിച്ചിട്ട് വിളിക്കാറ്. പക്ഷെ അത് ജപ്പാനിൽ അത്ര ഈസി അല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ആനിമേഷൻ പഠിച്ച ഒരാൾക്ക് ജപ്പാൻ ഡയറക്റ്റ് ജോബ് കിട്ടാൻ കുറച്ച് വിഷമമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ജപ്പാനിൽ ഒന്നെങ്കിൽ ജാപ്പനീസ് ലാംഗ്വേജ് സ്റ്റുഡന്റ് വിസയിൽ പോവുക, അല്ലെങ്കിൽ PG സ്റ്റുഡന്റ് വിസയിൽ പോയിട്ട് അവിടെ പഠിച്ചതിന് ശേഷം അവരുടെ ലാംഗ്വേജും കൾച്ചറും ബൈ ഹാർട്ട് ആയതിനു ശേഷം മാറുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പൊ നമുക്ക് ആ കറക്റ്റ് ഫീൽഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ജപ്പാൻ എന്ന് പറയുന്ന ഒരു കൺട്രി എന്തിനാണ് കൂടുതൽ ആൾക്കാരെ എന്താ പറയണേ ഒന്ന് അട്രാക്ട് ചെയ്യിക്കുന്നത്? എനിക്ക് തോന്നുന്നു അവിടുത്തെ ടെക്നോളജിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആനിമേഷൻ ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കോഴ്സ് നമ്മൾ ചില കുട്ടികൾ ഇപ്പോൾ ചോദിക്കാറുണ്ട്, +2 കഴിഞ്ഞിട്ട് ജപ്പാൻ ആനിമേഷൻ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോഴ്സ് വരാറുണ്ട്. പക്ഷെ അതും ജപ്പാനിൽ കിട്ടാൻ കുറച്ച് വിഷമമാണ്. കാരണം വെച്ചാൽ കൂടുതൽ ആനിമേഷൻ കോഴ്സസ് ഒക്കെ ജാപ്പനീസ് മീഡിയം ആണ്. അപ്പൊ അതൊരു ഈ JLPT ഒരു 4th ലെവലെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അത് പഠിക്കാൻ പറ്റില്ല, സീറ്റ് കിട്ടില്ല, അവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സ്കോളർഷിപ്സിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഇവിടുന്ന് വിടുന്ന കുട്ടികളൊക്കെ പ്രൈവറ്റ് കോളേജസിലാണോ അതോ ഗവൺമെന്റ് കോളേജിലൊക്കെ കൂടുതൽ ആക്സസിബിൾ ആണോ അവർക്ക്? ഡയറക്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സ്കോളർഷിപ്പ് പറഞ്ഞാൽ ജാപ്പനീസ് ഗവൺമെന്റിന്റെ മെക്സ്റ്റ് സ്കോളർഷിപ്പ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള സ്കോളർഷിപ്പ്. പക്ഷെ അത് ഭയങ്കര ടഫാണ്. ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ 12 സീറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു PGക്ക് പോകുന്ന കുട്ടികൾ, നമ്മൾ ത്രൂ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് അവരുടെ ഫീസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. അത് ഇപ്പം എക്സാമ്പിൾ പറയാൻ വെച്ചാൽ 11 lakhs ഫീസ് ഉണ്ടെങ്കിൽ അവർ അടക്കേണ്ടത് 7.5 8 താഴെ അടക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി സ്കോളർഷിപ്പ് കിട്ടും. അത് കൂടാതെ അവർക്ക് ലിവിംഗ് എക്സ്പെൻസ് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് പിന്നെ എല്ലാവരും കിട്ടില്ലെങ്കിൽ പോലും മെജോറിറ്റി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. 99% കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ താമസം ഭക്ഷണം ഫ്രീ ആയി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇത്രയും നിങ്ങളുടെ സർവീസസ് എല്ലാം കേൾക്കുമ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിക്ക് എവിടെയെല്ലാം ബ്രാഞ്ചസ് ഉണ്ട്? അപ്പൊ നിങ്ങൾ കാലിക്കട്ട് ബേസ് ചെയ്താണ്, അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് എവിടെയെല്ലാം ബ്രാഞ്ചസ് ഉണ്ട്? കാലിക്കറ്റാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ആയിട്ട് വരുന്നത്. നമുക്ക് 10 വർഷമായിട്ട് ബാംഗ്ലൂർ, ചെന്നൈ ബ്രാഞ്ച് ഉണ്ട്. ഒരു 8 വർഷമായിട്ട് മധുരയിൽ ബ്രാഞ്ച് ഉണ്ട്. പിന്നെ കേരളത്തില് കണ്ണൂര് ഞങ്ങൾ റീസെന്റ് ഒരു ബ്രാഞ്ച് ഇപ്പൊ ഒരു 1 year ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ മലപ്പുറത്തുണ്ട്, പാലക്കാട് ഉണ്ട്, ഇത്രയും സ്ഥലത്ത്. അപ്പം വയനാടും ഉണ്ട്. വയനാട് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? താല്പര്യം അതാണെങ്കിലും നിർഭാഗ്യവശാൽ ഇപ്പൊ വരുന്ന ആളുകൾക്ക് താല്പര്യം ഓൺലൈൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൺലൈൻ കൊടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. കാരണം ആളുകൾക്ക് താല്പര്യം കൊറോണയുടെ സൈഡ് എഫക്ട് ഞാൻ പറയാം, അതാണ് ഏറ്റവും വലിയ സൈഡ് എഫക്ട് എന്ന് പറയും. എന്നാലും ഓൺലൈൻ ക്ലാസ്സസിന് സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾ പിന്നെ 100% സക്സസ് ആണ്. എല്ലാ കുട്ടികളും പാസ് ആവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് അത്രയും ഞങ്ങളുടെ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ എന്ന് തുടങ്ങുന്നു അല്ലെങ്കിൽ എന്ന് അവസാനിക്കുന്നു പറയാൻ പറ്റുന്നില്ല. ഒരു ബാച്ച് ഇപ്പൊ ഞങ്ങൾക്ക് 8 ടീച്ചേഴ്സ് ഫുൾ ടൈം വർക്കിംഗ് ആണ്. അപ്പൊ ഏതെങ്കിലും ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞാലാണ് ആ ടീച്ചറുടെ സൗകര്യം നോക്കി അവർക്ക് ഒരു വെക്കേഷൻ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത ബാച്ച് ഇടുന്നുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ബാച്ച് ഒന്ന് തീരെന്ന് പറയില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാച്ചിൽ 10 പേരാണെങ്കിൽ ആ 10 പേര് ഒരേപോലെ പഠിക്കുന്നവരായിരിക്കില്ല. ചിലപ്പോൾ ഒരു കുട്ടിക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുത്ത് ചിലപ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് എന്തായാലും നടത്തും ലാസ്റ്റ്. ആ മോക്ക് ടെസ്റ്റിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും കുട്ടിക്ക് മാർക്ക് അത് പാസ് മാർക്ക് 80 ആണ് ജാപ്പനീസ് ഗവൺമെന്റ് എക്സാമിൽ. പക്ഷേ ഞങ്ങളുടെ പാസ് മാർക്ക് 110 ആണ്. അപ്പൊ അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് വീണ്ടും മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. ചിലപ്പോൾ അത് 2, 3, 4 മോക്ക് ടെസ്റ്റ് ചില ബാച്ചുകളൊക്കെ പോകാറുണ്ട്, പ്രത്യേകിച്ച് ഹയർ ലെവൽസ് പഠിക്കുമ്പോൾ. കാരണം അത്രയും അത് പാസ്സാവാതെ അവർ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത്രയും അപ്പൊ ആ ഒരു ബാച്ച് തുടങ്ങിയാലും ശരിക്കും ഗവൺമെന്റ് 150 മണിക്കൂർ പഠിപ്പിക്കണം എന്ന് പറയുന്നത് നമ്മൾ 200-250 മണിക്കൂർ മിനിമം പോകാറുണ്ട്. ചില ക്ലാസ് 300 മണിക്കൂറൊക്കെ പോയ ക്ലാസ്സസ് ഉണ്ട്. എക്സാംസ് എല്ലാം വരുന്ന സാർ പറയുന്നത് ബാംഗ്ലൂർ ആയിരിക്കും. നമുക്ക് അടുത്ത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരും ചെന്നൈ ആണ് മെയിൻ ആയിട്ടുള്ള സെന്റേഴ്സ് വരുന്നത്, JLPT സെന്റേഴ്സ് വരുന്നത്. പിന്നെ സാറിനോട് ചോദിക്കണം എന്ന് ഓർത്തപ്പോൾ JLAയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതിന്. നിങ്ങൾക്ക് ഏറ്റവും ഓർത്ത് വെക്കാൻ ഒരു സന്തോഷം തോന്നിയ ഒരു സ്റ്റുഡൻസിന്റെയോ അല്ലെങ്കിൽ ജോലി ചെയ്ത് പോയവരുടെയോ ഒക്കെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ സാറിന് ഓർക്കുമ്പോൾ ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള? അങ്ങനെ പറയുമ്പോൾ എനിക്ക് 2 പേരുടെ കാര്യം എപ്പോഴും ഓർമ്മ വരാറുണ്ട്. ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് പോയിട്ട് അന്ന് ഇൻഡിവിജ്വൽ ക്ലാസ് ആയിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ് ക്ലാസ് എടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കുമല്ലോ. അപ്പൊ നന്നായിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഞങ്ങൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 വീക്സ് ആയപ്പോൾ ഞങ്ങൾ ജാപ്പനീസിൽ ക്ലാസ് മാറ്റി കംപ്ലീറ്റ് കോൺവെർസേഷൻ ജാപ്പനീസിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചത് വെച്ചിട്ട്. അപ്പൊ അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ട് ജപ്പാനിൽ പോകുമ്പോൾ അവന് എന്തായാലും കോളേജിലേക്ക് സ്കോളർഷിപ്പിലാണ് പോകുന്നത്. അവൻ പ്രൈവറ്റ് അപ്ലൈ ചെയ്താണ് കേട്ടോ, ഡയറക്റ്റ് സ്കോളർഷിപ്പ് എഴുതി കിട്ടിയ കുട്ടിയാണ്. പഠിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് വേണം സർവൈവ് ചെയ്യണമെങ്കിൽ. അത് കിട്ടുമെന്ന് സംശയം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിയിട്ട് അവൻ ഫസ്റ്റ് ദിവസം തന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ഭാഗമായിട്ട് ജാപ്പനീസ് ഫുഡൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അവിടെ ചെന്നിട്ട് അവൻ ഓരോരോ ജാപ്പനീസ് ഫുഡ് വെച്ചപ്പോൾ അതൊന്നും അവിടെ അവൈലബിൾ അല്ല.
അപ്പോൾ ഇവൻ ഭയങ്കര സങ്കടമായി, ഇതൊന്നും ഇല്ല, ജപ്പാൻ വന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അവിടുത്തെ ആൾ പറഞ്ഞു, ഇത് ഞങ്ങൾ സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്യാൻറ്റീൻ ആയത് കാരണം ഇവിടെ ജാപ്പനീസ് ഫുഡ് വെച്ചിട്ട് കാര്യമില്ല, അത് കാരണമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സെൻസേ ഞാൻ പോയി ഇങ്ങനെ ഇതൊക്കെ ഫുഡൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം അവൻ്റെ അടുത്ത് പറഞ്ഞു പാർട്ട് ടൈം ശരിയല്ല, നാളെ മുതൽ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനും സന്തോഷിച്ചു. അടുത്ത ദിവസം വീണ്ടും പുള്ളി വിളിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദക്കെടറി അപ്പോൾ ഒരു വിഷമം. അപ്പം ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ജോലി ശരിയായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സാറല്ല, ഇനിയിപ്പോൾ അത് ശരിയായില്ല വേറെ അല്ല സെൻസേ, ജോലി ശരിയായി. ഞാൻ പിന്നെ എന്ത് പറ്റി? അപ്പം പറഞ്ഞു, ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അവൻ ഉദ്ദേശിച്ചത് വല്ല ക്ലീനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, പക്ഷെ ഇങ്ങനെ പിടിച്ച് ക്യാഷിൽ കൊണ്ടുവരുത്തി ഇവനെ. അപ്പോൾ ഇവൻ ചോദിച്ച പോലെ, നിങ്ങൾ ഇന്നലെ കണ്ട ഒരാൾ, ഞാൻ ഇന്നലെ ജപ്പാൻ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ക്യാഷ് ഏൽപ്പിക്കുന്നത് ചോദിച്ചപ്പം ആൾ പറഞ്ഞു വെച്ചാൽ, നീ നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് നീ രക്ഷപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു? അപ്പോൾ നിൻ്റെ സംസാരം, നിൻ്റെ ജാപ്പനീസ് സംസാരിക്കുന്ന രീതി, ആ ഒരു ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, നീ ട്രസ്റ്റബിളും ആണ്, നീ ഒരു ഉറപ്പായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളൊരു പറഞ്ഞിട്ട്. അതിപ്പോഴും നമ്മളത് ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, വല്ലാത്തൊരു കണ്ണൊക്കെ നിറയും. സ്റ്റുഡന്റ് ആണല്ലോ. ഇതിപ്പോ നമ്മൾ സന്തോഷത്തിന്റെ കാര്യം ചോദിച്ചു, വിഷമമുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വിഷമമുള്ള പറഞ്ഞാൽ നമ്മൾ ഒരു പയ്യൻ മാത്രം, അവരുടെ ഫാദർ മരണപ്പെട്ടിട്ട്, നല്ല പയ്യനായിരുന്നു, നല്ല പയ്യൻ സെൻസ് പഠിക്കാൻ ലേശം ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ ഇതുപോലെ അവർ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു ബാച്ചിൽ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ച് ജപ്പാനിൽ വിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ പോയതായിരുന്നു. അങ്ങനെ അവൻ ഞങ്ങളെ ഇപ്പോൾ സർപ്രൈസ് ചെയ്ത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ജാപ്പനീസ് N2 ഒക്കെ പഠിച്ച് ഭയങ്കര പെട്ടെന്ന് പാസ്സായി, 1.5 വർഷം കൊണ്ട് പാസ്സായി. അവിടുന്ന് നല്ലൊരു ജോലിക്ക് അവന് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റും കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ്റെ ഫാദർ മരണപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ അവന് പിന്നെയും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഫാദറിൻ്റെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പുള്ളി അത് ടേക്ക് ചെയ്ത്. അപ്പോൾ അത് ഇന്നും അവൻ ഞങ്ങളുടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷേ നമുക്കത് ഇന്നൊരു വിഷമമാണ്, അവൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു വിഷമം ശരിക്കും ഉണ്ട്. കാരണം അത് കാലിബർ ആയിട്ടുള്ള ഒരാളാണ്, എഞ്ചിനീയറാണ് ഓൾറെഡി കേട്ടോ ആൾ. അപ്പോൾ അതൊക്കെ ഒരുപാട് ചാൻസസ് ഉള്ള ആളായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സാർ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ജാപ്പനീസ് ലാംഗ്വേജിന്റെ ഒരു ആദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ട് പഠിക്കാനുള്ളതും പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പാർട്ട് ടൈം ആയിട്ട് എനിക്ക് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആണ്? അത് ഒരാൾക്ക് പോകാൻ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോസിബിൾ ആണ്. കാരണം ഞങ്ങളുടെ പല ബാച്ചിൽ അങ്ങനെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളും കുറെ ജോബ് ജപ്പാനിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല ഡയറക്റ്റ് കമ്പനീസ് ആയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോബ്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂവും അല്ലാണ്ട് നിങ്ങൾക്ക് സോഷ്യൽ എല്ലാത്തിലും ഞങ്ങളിപ്പോൾ പ്രസൻസ് ഇപ്പം സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല ഈ 14 years ആയിട്ട്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പല സ്ഥലങ്ങളിൽ പോകുന്നു. ഇപ്പം ഒരാൾ പറയുന്നത് വീഡിയോ, ഒരാൾ എനിക്ക് സ്റ്റുഡന്റ് അയച്ചെന്നാ 20 മണിക്കൂർ കൊണ്ട് ജാപ്പനീസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ജാപ്പനീസ് ഗവൺമെന്റ് തന്നെ 150 മണിക്കൂർ പഠിക്കണം എന്ന് പറയുന്ന ഒരു സിലബസ് ആണ്. അപ്പോൾ നമ്മൾ 200-300 വെച്ചിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മളും എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പഠിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഇനി ഈവൻ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും ജാപ്പനീസ് വേണമെങ്കിൽ. അപ്പോൾ അതിനുള്ള യൂട്യൂബ് ചാനൽസും അല്ലെങ്കിൽ അതിനുള്ള ഓൺലൈൻ ട്യൂട്ടേഴ്സ് ഒക്കെ വേറെ ഉണ്ടാവുമല്ലോ. പക്ഷെ പഠിക്കുന്നവർ അത് അറിഞ്ഞിട്ട് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ പഠിക്കേണ്ട സമയവും എല്ലാം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മളിതെല്ലാം പറഞ്ഞപ്പോഴും ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ വെക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഹാപ്പി സ്റ്റുഡൻസിന്റെയും എല്ലാം. അതൊക്കെ ഉണ്ടോ? അതൊക്കെ എങ്ങനെ പോകുന്നു? കുട്ടികളുടെ ഒക്കെ ഒരു റിയാക്ഷൻസ് ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ആദ്യം നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫീൽഡിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നു. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഞാൻ കാണുന്നില്ല. പക്ഷെ സ്റ്റിൽ ഈ കുട്ടികൾ പറ്റിക്കപ്പെടുന്ന ഒരു രീതിയാണ്, അല്ലാതെ കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് വിഷമമുള്ളൊരു കാര്യം. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോസിബിൾ ആണെന്നുള്ളതൊന്ന് അറിയിക്കണം. അപ്പം ഞങ്ങൾ പറയുന്നത് കൂടെ ഞങ്ങൾ സ്റ്റുഡൻസ് സംസാരിക്കുമ്പോൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ലാസ്റ്റ് പോകുന്ന അല്ലെങ്കിൽ ഒരു 3-4 ബാച്ചായിട്ട് ഒരു 2-3 വർഷമായിട്ട് പോകുന്ന കുട്ടികളുടെയൊക്കെ ടെസ്റ്റിമോണിയൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജെയിലയുടെ അടുത്ത ഇൻടേക്ക്, ഇനിയിപ്പം കുട്ടികളുടെ ഇൻടേക്ക് വരുന്നത് ഏതൊരു ടൈമിലാണ് ഇപ്പം പ്രിപ്പറേഷൻ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് PG ഇൻടേക്ക് ഒക്ടോബറിലാണ് വരുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഞങ്ങൾ ശ്രമിക്കുന്നത് ഒരു ബിഗ് നമ്പർ ഓഫ് കുട്ടികളെ തന്നെ ജപ്പാനിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഫോർ ഒക്ടോബർ നമുക്ക് വലിയൊരു പ്രോഗ്രാമിൽ അത് കൃത്യമായിട്ട് എങ്ങനെ പോകാൻ, ആ കുട്ടികളുടെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യിപ്പിക്കാൻ, ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളൊരു പ്ലാനും കൂടി ഉണ്ട്, പ്രോഗ്രാമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും, ബാക്കിയുള്ളവർക്കും കൂടി ഒരു അവയർനെസ് ക്രിയേറ്റ് ആവുമല്ലോ അല്ലെ? അപ്പോൾ സാർ ഇപ്പോൾ പല കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ഉണ്ട്, ജപ്പാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പഠിക്കാനും ജോലി ചെയ്യാനും എല്ലാം ആഗ്രഹിക്കുന്ന ആളുകളോട് സാറിന് പറയാനുള്ള ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? ഫസ്റ്റ് കാര്യം, ജപ്പാനിൽ പോകേണ്ട ആൾക്കാരെ മനസ്സിലുണ്ട്, ഒന്ന് ജാപ്പനീസ് ലാംഗ്വേജ് അവിടെ മസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത്
പഠിക്കണം, ഉം. അത് പഠിക്കാൻ പറ്റുന്ന താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ അതിലേക്ക് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. 150 മണിക്കൂറെങ്കിലും എങ്കിലും പഠിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് ഞങ്ങൾ പറയുന്ന പോലും അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ ഇരിക്കുക. ഉം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സസ് പോയിട്ട് അത് റീചെക്ക് ചെയ്യുക. അതുപോലെ ഏതൊരു ഏജൻസി പറയുമ്പോഴും അവർ എത്ര പേരെ വിട്ടിട്ടുണ്ട്, ആ വിട്ട ആൾക്കാരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കുട്ടികളുമായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും അതെ, പറ്റും. ഓക്കെ. ഈവൻ ഞങ്ങളുടെ കുട്ടികളൊക്കെ കുറെ കുട്ടികൾ യൂട്യൂബ് ചാനലൊക്കെ ഓൾറെഡി ജപ്പാനിൽ ചെന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ എവിഡന്റ് ആണ്, അവർക്ക് കൃത്യമായിട്ട് ആ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ പോലും അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. മെൻഷൻ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ജപ്പാൻ ജാങ്കോ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ജോയ്സ് എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ സ്റ്റുഡന്റ് ആണ്. ആ കുട്ടി ജപ്പാൻ, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ജപ്പാനിൽ എത്തിയിട്ട് എന്താ പറയാ, ഒരു ലോൺലെസ് ഫീൽ ചെയ്ത സമയത്താണ് ഈ ചാനൽ തുടങ്ങിയത്. അത് ക്ലിക്കായി ആൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. ഇപ്പം ആ കുട്ടി 2 വർഷത്തെ PG കോഴ്സിന് പോയതാണ്. കോഴ്സ് കഴിഞ്ഞു, ഇപ്പൊ ഒരു 2 months ബാക്ക് ജോലിക്ക് കയറിയിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ എവിഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ജെന്യൂനായിട്ട് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഏജൻസിയിൽ എന്തെങ്കിലും പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുക. ഇനിയിപ്പം ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ അപ്പോഴും നിങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് മറ്റു രാജ്യങ്ങൾ നോക്കരുത്. കാരണം മറ്റു രാജ്യവും ജപ്പാനും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. പേപ്പർ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ നിയമങ്ങളാണെങ്കിലും. ഇപ്പം ഇവിടെ പല ഏജൻസികൾ 2 വർഷം മുമ്പ് ജപ്പാന്റെ കാര്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ പറയണ്ടായി ജാപ്പനീസ് പഠിക്കേണ്ട, വെറും 3 മാസം കൊണ്ട് ജപ്പാനിലെത്താന്ന് പറഞ്ഞു ഒരുപാട് പേര് അതിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വിളിക്കാറുണ്ട് അവിടുത്തെ പെട്ട കുട്ടികൾ. അതിനുശേഷം വന്ന ഏജൻസികൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ പറയുന്നതെങ്കിലും ഒന്നും തന്നെ അത് കേൾക്കുന്നതിന് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുവരെ ചെന്ന് കഴിഞ്ഞാൽ ജപ്പാൻ എംബസി ഉദ്യോഗസ്ഥരെ പിക്ക് ചെയ്യാൻ വരും എയർപോർട്ടിൽ, ഒരിക്കലും വരില്ല. പിന്നെ ജപ്പാൻ നടക്കേണ്ട കാര്യമാണ്. അടുത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ജപ്പാൻ വിസ നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ ജപ്പാനിലേക്ക് പോയി വരാം. അതുപോലെ നിങ്ങൾക്ക് 50 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം. അങ്ങനെയൊന്നും ഇല്ല. ജപ്പാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇത് പോസിബിൾ, ജപ്പാൻകാർക്ക് പോസിബിൾ. അത് ഇന്ത്യൻ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് ആ പവറേക്ക് നമ്മൾ എത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കെയർ ഗിവർ വിസ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ജോബിന് പോയി കഴിഞ്ഞാൽ അതൊരു 5 വർഷത്തെ കോൺട്രാക്ട് ആണ്. അതൊരിക്കലും കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഈ പല കുട്ടികൾ ബിടെക് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങൾ വിളിക്കാറ്. അവർ പറയുന്നത് അവർ ഇന്ന ഏജൻസി പോയി പെട്ടു. എന്താ പെടാൻ കാരണം അവരെന്ത് പറഞ്ഞു, അവിടെ ചെന്ന് ഒരു 3 weeks അല്ലെങ്കിൽ 2 weeksനുള്ളിൽ തന്നെ ഇത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ജോബിലേക്ക് മാറും. അങ്ങനെ ഒരു ഓപ്ഷൻ ജപ്പാനിൽ ഇല്ല. അപ്പൊ അതൊക്കെ ഒന്ന് സത്യാവസ്ഥ. ഇനിയിപ്പം അത് അറിയാൻ വഴികളുണ്ട്. ഇപ്പൊ നമുക്ക് ജപ്പാൻ കൗൺസിലേറ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഞങ്ങൾ പറയുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്കാംസ്, ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഞങ്ങൾക്ക് വിഷമമാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് പറ്റിക്കപ്പെട്ടിട്ട് കുട്ടി വന്ന് ജപ്പാന്റെ പേരാകുമ്പോൾ, കാരണം ജപ്പാനും ഇന്ത്യ ഒരുപോലെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വേറെ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പം ആ പറ്റിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അന്വേഷിക്കുക. നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു എളിയ റിക്വസ്റ്റ് എന്ന് പറയാനുള്ളത്. പോകുന്നതിന് മുന്നേ തന്നെ ഒരു ബേസിക് അറിവ് ഇപ്പൊ നമ്മൾ അവരുടെ തന്നെ പ്രോപ്പർ വെബ്സൈറ്റിൽ കൂടി ആണെങ്കിലും അറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ വെക്കുന്നത് അല്ലെ. അപ്പൊ അത് വെരി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സോ അത് ഒത്തിരി സന്തോഷം സാറിനോട് സംസാരിക്കാൻ പറ്റിയതിലും. സാറിന്റെ ജെനുവിനിറ്റി ടുവേർഡ്സ് ജപ്പാൻ ആണ് എനിക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഇന്ത്യനേക്കാളും. സോ ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് യു. JLAക്ക് ഒത്തിരി നല്ല വളർച്ച, നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് സർ. Thank you so much.